കൂലി പോയി കിട്ടി. ഭാഷ മാണിക്യ ഭാഷ കൂലി അടിപൊളി സിനിമയല്ലേ? പടം ഓവറോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മേ ബി ആ ഒരു ഹൈപ്പിനൊത്തത് കാണത്തില്ലായിരിക്കും. പക്ഷേ ഇറ്റ് വാസ് ഗ്രേറ്റ്. വിക്രം, കൈദി, ലിയോ ഇത് മൂന്നും മാറ്റി നിർത്തിയിട്ട് വന്ന് കണ്ട ഒരു ആവറേജ് പടം, ഇല്ലെങ്കിൽ വരായിരിക്കും നല്ലത്. എനിക്ക് പേഴ്സണലി എനിക്ക് 10/10 ആണ്. തമിഴിൽ നിന്നും വരുന്ന പാൻ ഇന്ത്യൻ ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, അമീർ ഖാൻ, സോബിൻ തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന കൂലി ഇന്ന് റിലീസായിരിക്കണം. അപ്പോൾ ആയ ദിവസം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മിക്സഡ് റെസ്പോൺസിലായിരുന്നു. നൂൺ ഷോ ഇപ്പോൾ നടക്കുകയാണ്. നൂൺ ഷോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു നോക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. ഫുൾ സ്റ്റൈലേ വേറെ. ലോകേഷിൻ്റെ ഒരു സിനിമ എന്ന് പറയില്ല, വേറൊരു സ്റ്റൈലാണ്. നമ്മൾ വിക്രം, കൈദിയൊക്കെ കണ്ടതിനേക്കാളും വേറൊരു സ്റ്റൈലാണ്. സോബിൻ എങ്ങനെ ഉണ്ടായിരുന്നു? സോബിൻ സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. ഒറ്റ വാക്ക് പവർ ഹൗസ്. പക്ഷെ പടം കൊള്ളൂല. കൊള്ളായിരുന്നു. എടുത്ത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടതായിട്ട് എല്ലാവരും കൊള്ളായിരുന്നു. രജീന എന്ന് കൊള്ളായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. ആമിർ ഖാൻ ഇല്ല, കോമഡി അല്ല, ഒരിക്കലല്ല. ലോകേഷിന്റെ സിനിമകൾ കാണുന്ന ഒരാൾക്ക് അത്യാവശ്യം എപ്പോഴും വന്ന് മിസ്സാക്കാതിരിക്കാൻ തോന്നും. പക്ഷെ ആമിർ ഖാനിന് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പുള്ളീനെ ഒരുമാതിരി ഒതുക്കി കാണുന്ന പോലെ തോന്നി. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഗിരീഷ് ഗംഗാധരനായാലും ക്യാമറ ആയാലും അനിരുദ്ധിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളി. എനിക്ക് പടം ഓവറോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മേ ബി ആ ഒരു ഹൈപ്പിനൊത്തത് കാണത്തില്ലായിരിക്കും. പക്ഷേ ഇറ്റ് വാസ് ഗ്രേറ്റ്. ഒരു ആവറേജ് മാസ് എൻ്റർടൈനർ ആണ്. വൺ ടൈം വാച്ച് മൂവിയാണ്. ക്യാമിയോസ്, നാഗാർജുൻ്റെ സ്റ്റൈല് എല്ലാം അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. സൗബിനാണ് ഏറ്റവും ഉഗ്രൻ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടം. സൗബിൻ സൂപ്പറായിട്ടുണ്ട്, ഉഗ്രനുണ്ട്. ഒരു ഇതില്ലായാലും പാട്ട് മാത്രം കൊള്ളാൻ പോയിരുന്നു. മാണിക്കാൻ തെറ്റതാണ്. ഞങ്ങളെ പോയി കിടന്ന് പറയും. സിനിമ സെൻസ് ഇല്ല ബ്രോ. പടം സത്യം പറഞ്ഞാൽ കൂതറ പടമാണ്. ലിയോ വെച്ച് നോക്കുമ്പോൾ ലിയോയിൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് മോശം. ഇതിൽ ഫസ്റ്റ് തൊട്ടേ മോശമാണ്. വെറും ബോറ് പടമാണ്. മോണിക്ക മാത്രമേ ഇത്തിരി കാണാൻ കൊള്ളാം. മോണിക്ക ആദ്യത്തെ മറ്റേ ഒരു പാട്ടുണ്ട്, കൂലി എണീറ്റൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല. സൗബിനൊക്കെ കിടിലായിരുന്നു. സൗബിൻ നല്ല അഭിനയമായിരുന്നു. നാഗാർജുന ലാസ്റ്റ് വെച്ചാണ് നാഗാർജുനെ ഇച്ചിരി കാണിക്കണം. പടം കൊള്ളൂല. അല്ലാതെ അമീർ ഖാൻ ഒരു കോമഡി പീസ് പോലെയാണ് ആ സിനിമയിൽ കാണിച്ചത്. ആമീർ ഖാൻ വെറും കോമഡി പീസ്. അന്ന് എന്തിനൊക്കെ കാണിക്കണുണ്ട്, ഒന്നും മനസ്സിലാവണമില്ല. എന്തിനാ അമീർ ഖാനെ വെച്ചെന്ന് ദൈവത്തിന് തന്നെ അറിയാം. വിക്രം, കൈദി, ലിയോ ഇത് മൂന്നും മാറ്റി നിർത്തിയിട്ട് വന്ന് കണ്ട ഒരു ആവറേജ് പടം, ഇല്ലെങ്കിൽ വരായിരിക്കും നല്ലത്. വലിയൊരു പ്രതീക്ഷത്തിന് ഹൈപ്പിന് അത്ര ഒന്നുമില്ല. വലിയ ഒരു ആവറേജ് പോയി സ്ഥിരം കഥ തന്നെയാണ് പുള്ളി ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് എന്തൊക്കെ കുറച്ച് സീൻസ് ഉണ്ട്. അമീർ ഖാൻ വന്ന് നിക്കറൊക്കെ ഇട്ട് ചെയ്യുന്ന കണ്ടു നോക്കുക, നമുക്കൊന്ന് പറയാൻ കൊള്ളത്തില്ല ബ്രോ, വളരെ മോശമാണ്. പ്രതീക്ഷ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വന്നു. അതിന് വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. സ്റ്റോറി ഭയങ്കര വീക്കാണ്. ലോകേഷ് എടുത്തൊരു സിനിമയായിട്ടേ തോന്നുന്നില്ല. അനിരുദ്ധിൻ്റെ BGM ഒക്കെ വളരെ മോശമായിരുന്നു. ഒരുമാതിരി അവാർഡ് പടത്തിൻ്റെ BGM പോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടീസറിൽ കാണിച്ച BGM എല്ലാം അവസാനം ഒറ്റ സീനിൽ മാത്രമേ ഉള്ളൂ. ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ല. ഇത്രയും സ്റ്റാർ കാസ്റ്റൊക്കെ ഉണ്ടായിട്ടും അട്ടർ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അമീർ ഖാനൊക്കെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ. അതും ഒരു ട്രോൾ മെറ്റീരിയൽ ആവാനുള്ളൊരു സീനാണ് ആക്ച്വലി. അത് കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളിയായിരുന്നു. ക്യാമറ ഡയറക്ഷൻ, ലോകേഷിന്റെ പടമായോണ്ട് ആ ഒരു ലെവലിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് പേഴ്സണലി എനിക്ക് 10/10 ആണ്. കൂലി അടിപൊളി സിനിമയല്ലേ? അടിപൊളി സിനിമയാണ്. നല്ല പടം. എല്ലായിട്ടുള്ള ആക്ടിംഗ് ആണ്. അതായത് മുഖത്തെ എക്സ്പ്രഷന്, നടപ്പ്, ഇരിപ്പ്, നോട്ടം, ഇതൊക്കെയാണ് അഭിനയത്തിൻ്റെ കഴിവ്.